ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാൻ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് സ്ത്രീയുടെ ഒരു ഭംഗി എനിക്ക് എൻ്റെ ഒരു ദേഹത്ത് കിട്ടണം എന്നൊരു ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ബോഡി വലിയുമ്പോൾ ഒരു പെയിന് വരുന്നുണ്ട്. ഈ ബ്രസ്റ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ, ഈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ എണീക്കുമ്പോൾ. ജാസി ആശി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ജാസി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സർജറി കഴിഞ്ഞു എന്ന്. അതായത് പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയായി മാറി എന്നുള്ള രീതിയിലാണ് ജാസി ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിനകത്തും വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വലിയ രീതിയിൽ വിശ്വാസം വന്നിട്ടില്ല. ഉള്ള കാര്യം പറയില്ല. സാധാരണ സർജറി ചെയ്ത് കിടക്കുന്ന ആൾക്കാർക്ക് യൂറിൻ ബാഗ് കാണും, പിന്നെ കയ്യിൽ IV കാണും, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ കാണും. പക്ഷേ ജാസിയെ സംബന്ധിച്ച് വളരെ കൂളായിട്ട് വന്നാണ് പറയുന്നത്. ഈ ഒരു സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാണ്. ജാസിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിസ്സാരമാണെന്നാണ്. എന്തായാലും വീഡിയോ ഒന്ന് കാണാം. എല്ലാവർക്കും എൻ്റെ സ്നേഹസലാം. ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി സ്ത്രീവേഷം കെട്ടി നടക്കേ ചെയ്യുള്ളൂ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ജാസി അല്ലേ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞത് ഞാൻ സർജറി ചെയ്യത്തില്ല, എനിക്ക് സർജറി ഭയങ്കര പേടിയാണ് എന്നൊക്കെ വന്ന ഡയലോഗ് ഇറക്കിയ വ്യക്തിയാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടായിരുന്നുവെന്ന്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ വന്ന് കളിയാക്കുന്നത് വെറുതെ ഒന്നുമല്ല. നിങ്ങൾ എന്താണ് പബ്ലിക്കിൻ്റെ മുന്നിൽ കാട്ടിക്കൂട്ടുന്നത് അത് കണ്ടിട്ടാണ് ആൾക്കാരെല്ലാവരും വന്ന് കുറ്റം പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഇവരെ എല്ലാവരെയും പോയി എല്ലാവരും കളിയാക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അതുകൂടാണ്ട് എന്നെ ഒരുപാട് സ്നേഹിച്ച വെൽവിഷേഴ്സ് ഉണ്ട്, എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഞാനും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന്. പക്ഷേ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിൻ്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എൻ്റെ മേത്ത് വെച്ച് കത്തിക്കില്ല എന്ന്. ഓക്കെ, വാക്കുകളിലുള്ള മൂർച്ച ഒരിക്കലും കത്തിക്കില്ല എന്നൊക്കെയാണ് ജാസി പറയുന്നത്. ജാസി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഈ സർജറി ചെയ്ത ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാര്യം സർജറി ചെയ്തിട്ട് ഉടനെ തന്നെ വന്ന് ഇങ്ങനെയൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് നിസ്സാരപ്പെട്ട സർജറി ഒന്നും അല്ല. ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു സർജറി പറ്റിയിട്ട് എനിക്കിപ്പോഴും അറിയത്തില്ല. ഇത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞ സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് കാണിച്ചിട്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. കാര്യം നിങ്ങൾ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും പോസിബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒബ്സർവേഷനിലെങ്കിലും വെക്കത്തില്ലേ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ ഒരു സർജറി ചെയ്ത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിന് വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല. ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവും ഇല്ല. കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു. അത്രമേൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന്. കാരണം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ജാസി പറയുന്നുണ്ട് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന സർജറികൾ ഞാൻ ചെയ്തു എന്ന്. അതായത് ഞാൻ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പം എനിക്ക് വരുന്ന ചേഞ്ചസുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിന്ന്. അപ്പം എന്താണ് പുള്ളിക്കാരത്ത് ഉദ്ദേശിച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവിടെ ചെയ്തത് ബ്രസ്റ്റ് സർജറിയാണ്, അല്ലാതെ ഡൗൺ സർജറി ഒന്നും പുള്ളിക്കാരത്ത് ചെയ്തിട്ടില്ല. ഡൗൺ സർജറി ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും വന്നിരിക്കാൻ പറ്റത്തില്ല. അതിന് കയ്യിൽ IV ഇട്ടിട്ടില്ല, യൂറിൻ ബാഗ് പോലും കാണുന്നില്ല. കാര്യം അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഞാനത് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. നിങ്ങൾ ഓരോ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് സർജറി ചെയ്തിട്ട് നൈസായിട്ട് അത് മെയിനായിട്ടുള്ള സർജറി ചെയ്യുന്നുള്ള രീതിയിൽ ജാസി കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണത്, അല്ല വേറെ ഒന്നുമല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമല്ലേ? വീണ്ടും ഇവിടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമല്ലേ? ജാസിയുടെ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോ ഉണ്ട്, ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഓക്കെയോ? വേദന ഉണ്ടായിരുന്നോ? സൗണ്ടെല്ലാം പോയല്ലോ. ഫുഡ് കഴിച്ചില്ലല്ലോ? കഴിക്കാൻ പാടില്ല ഡോക്ടർ. വെള്ളം കുടിക്കാൻ പറയണ്ടോ? എന്ത് പറയാ, എനിക്കൊന്ന് പ്രാർത്ഥിച്ചവർക്കും എന്നെ സ്നേഹിച്ചവർക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. സർജറി കഴിഞ്ഞു, ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല, കാരണം ഒരു ഗൾഫില്ല.
ഞാനൊരു മിററിന്റെ മുമ്പിൽ പോയിട്ട് നോക്കിയിട്ടില്ല. നിങ്ങൾ കണ്ടില്ലല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണോ? ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ജാസി എന്ത് സർജറിയാ ചെയ്തതെന്ന്. എങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഓരോ മനുഷ്യരും വന്നിരുന്ന് കമൻറ്റ് ഇടുന്നത് ഇങ്ങനെയാണ്. കാര്യം നിങ്ങൾ കള്ളം പറയുകയാണെന്നുള്ള രീതിയിൽ. സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യൂവേഴ്സിനെ പ്രൂവ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ശരിക്കും ചെയ്തിട്ടുണ്ട് എന്ന്. ഹാപ്പിയാണ്. നീ കണ്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്ന് ഓക്കെ ആയിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട്. ഹലോ എല്ലാവരോടും സ്റ്റേസ് എല്ലാം സൗണ്ട് ഉള്ളിലെ പൈപ്പ് ഇട്ടിട്ട് ഡ്രൈ ആണ് തൊണ്ട. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിൽ വലിയൊരു തീരുമാനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സർജറി കഴിഞ്ഞു. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ജാസിയുടെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞിട്ട് നാട്ടുകാരെ മൊത്തം പൊട്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും അമ്മയാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചും ഒരുപാട് ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും കംപ്ലീറ്റ്ലി ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ജാസി വന്നിരുന്ന് കാണിക്കുന്നത്. ഞാൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി ഞാൻ വീഡിയോ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് തൊട്ട് പുറവിന് താണ്ട് ഇപ്പം സർജറി എന്നും പറഞ്ഞൊരു സംഭവമായിട്ട് ഇറങ്ങുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടത്തില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സർജറി എന്തോ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അത് ഒരിക്കലും മെയിൻ സർജറിയോ കാര്യങ്ങളോ ഒന്നും അല്ല. എന്തായാലും ജാസിയുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ മാനിക്കുന്നുണ്ട്. ശരിയായിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ്ലി ഒരു സ്ത്രീ ആവണമെന്ന് തന്നെയാണ്. പക്ഷേ എന്നും പറഞ്ഞിട്ട് ഇത് സർജറിയാ ചെയ്തതെന്നും കൂടി നിങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ ക്ലാരിറ്റി കിട്ടും. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി പെൺവേഷം കെട്ടി നടക്കുകയുള്ളൂ, സർജറി ഒന്നും ചെയ്യാനുള്ള ധൈര്യം ജാസിക്ക് ഇല്ലാന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തലും കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തുക, പരിഹസിക്കുക, മാറ്റി നിർത്തുക, വൾഗറായിട്ട് തന്നെ ട്രോളുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ നാക്കിൻ്റെ ആ ഒരു വാളിൻ്റെ മൂർച്ചം എനിക്ക് ഡോക്ടർ വെച്ച എവിടെ മാറ്റി നിർത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നിങ്ങളെ ട്രോളാനായിട്ടുള്ള റീസൺ ആരാണ്? നിങ്ങളൊക്കെ തന്നെ വരുത്തി വെച്ചതാണ്. കാട്ടിക്കൂട്ടുന്ന കുറച്ച് കോമാളിത്തരങ്ങൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ നോർമലി ആരായാലും ട്രോളത്തില്ലേ? എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം, നാദ്രയുടെ കാര്യം പറയാം. നാദ്ര എത്രയോ വീഡിയോസ് നല്ല ചെയ്യുന്നു. നാദ്ര ആരെങ്കിലും എടുത്ത് വെച്ച് ട്രോളുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നാദ്ര എല്ലാവരും ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ കാണുമ്പോഴാണ് ആൾക്കാർ നിങ്ങളെ വന്നിരുന്ന് കളിയാക്കുന്നതും ട്രോളിയൊക്കെ ചെയ്യുന്നത്. ഉണ്ടായിട്ടില്ല എൻ്റെ മേത്ത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഒരു തീരുമാനം എടുത്തു. ഒരുപാട് സന്തോഷം, ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാൻ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് സ്ത്രീയുടെ ഒരു ഭംഗി എനിക്ക് എൻ്റെ ഒരു ദേഹത്ത് കിട്ടണം എന്നൊരു ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ സർജറി ചെയ്തത്. ഇവിടെ റിനയ മെഡിസിറ്റിയിലാണ് ചെയ്തത്. നല്ല ഡോക്ടേഴ്സ്. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ സ്ത്രീയുടെ ഒരു ഭംഗി എനിക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ എന്ത് സർജറിയാ പുള്ളിക്കാരൻ ചെയ്തതെന്ന്. അപ്പോൾ പിടികിട്ടിയേ. പക്ഷേ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ഈ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യിപ്പിക്കാനായിട്ട് നിൽക്കുന്നത്? നല്ല സ്റ്റാഫും കെയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ മനസ്സ് ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നിരുന്നു. പക്ഷെ എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അതിനും കൂടെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, എന്നെ സഹായിച്ച ഒരുപാട് നല്ല വെൽവിഷേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. എല്ലാവരോടും എനിക്ക് നന്ദി. ഞാൻ ഒരാളെയും പേരെടുത്ത് പറയുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് ചേച്ചിമാരുണ്ട്, ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മ, എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. എക്സ്പെഷ്യലി എൻ്റെ പാർട്ട്ണർ ആഷി, എല്ലാവരോടും. പിന്നെ എന്നെ ഇവിടെ എൻ്റെ ബൈസ്റ്റാൻഡായിട്ട് നിന്ന എൻ്റെ കൂട്ടുകാരത്തി ഹീന, എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി പറയാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിക്കാം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആഫ്റ്റർ ഈ മുറി പെട്ടെന്ന് ഉണങ്ങാനും സ്റ്റിച്ചൊക്കെ ഉണങ്ങി പെട്ടെന്ന് ഞാൻ നല്ല രീതിയിൽ എല്ലാ പരിപാടികൾക്കും ഭയങ്കര ശക്തമായിട്ട് വരാനൊക്കെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രയേ ഉള്ളൂ. ബാക്കി അപ്പോൾ ഇതാണ് ജാസി യൂട്യൂബിലിട്ട വീഡിയോ. ഇനി ജാസി പറയണത് കള്ളത്തരമാണ് എന്ന് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 1-2 വീഡിയോ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഭയങ്കര പെയിന്, ഇങ്ങനെ ബോഡി വലിയുമ്പോൾ ഒരു പെയിന് വരുന്നുണ്ട്.
ഈ ബ്രസ്റ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ എണീക്കുമ്പോഴേ ഭയങ്കര വേദന. ഒരാളെ പിടിച്ചെണീക്കുമ്പോൾ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് എണീക്കുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും എനിക്ക് നന്ദി. ഇൻസ്റ്റയിൽ വീട്ടപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആർക്കായാലും മനസ്സിലാക്കാന്നേ ഉള്ളൂ എന്ത് സർജറി ചെയ്തതെന്ന്. ഇനിയും വെറുതെ വന്നിരുന്നിട്ട് ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. എടുത്ത് പറയുന്നില്ല. എക്സ്പെഷ്യലി എൻ്റെ കൂടെ സർജറിക്ക് എൻ്റെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന എൻ്റെ സഹോദരി ഹിന, പിന്നെ അതേപോലെ അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടോ, ഡ്രസ്സ് പിടിച്ചിടുന്ന ഒരു രീതി കണ്ടില്ലേ? ആ ഇരിക്കുന്ന ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ജാസി എടുത്ത് പറയുന്നത്. ജാസി ഇനി അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് ഈ പറയുന്ന മെയിൻ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ജാസി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്തുക. ജാസി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ പറയുന്ന രീതി പെണ്ണാവാനായിട്ട് ഭയങ്കര രീതിയിൽ ആഗ്രഹങ്ങളുണ്ടാവും, എല്ലാം കാണുമായിരിക്കാം. ഇപ്പം നിങ്ങൾ ഈ ഒരു സർജറി ചെയ്തത് ഇതൊന്നും വലിയൊരു കുറ്റമായിട്ട് ഞാൻ ഒരിക്കലും വന്ന് പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്, നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. പക്ഷേ ഒരിക്കലും നമ്മൾ നാട്ടുകാരെ പറ്റിച്ചതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കരുത്. ഇത്രയും മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. ഈ ഒരു സർജറി പറ്റിയിട്ട് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യം അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർജറി ചെയ്താൽ നമ്മുടെ കൂടെ ആൾ വേണം. മാത്രമല്ല ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. ജാസിയെ സംബന്ധിച്ച് ഈ ഒരു വേദന ഉള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അത് മാത്രമല്ല യൂറിൻ ബാഗ് കാണും, കയ്യിൽ IV കാണും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. ഇതൊന്നും ജാസിയുടെ വീഡിയോസിനകത്ത് കാണുന്നില്ല. യൂട്യൂബ് വീഡിയോക്കകത്ത് ഒരു വട്ടം രണ്ട് വട്ടം അങ്ങോട്ടേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ലാതെ ഇൻസ്റ്റയിലൊന്നും ഇടുന്ന വീഡിയോസിനകത്തൊന്നും കാണുന്നൊന്നുമില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവം. ഇനിയിപ്പം വന്നിരുന്ന കുറേ ആൾക്കാർ പറയും ജാസി ഇത്രയും ഒരു സിറ്റുവേഷനിൽ കിടന്നിട്ട് കളിയാക്കി എടുത്ത്. ഞാൻ ഒരിക്കലും കളിയാക്കുന്നോ എടുക്കുന്നതൊന്നും അല്ല. ഇവിടെ ജാസി എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ മെയിൻ സർജറി ചെയ്ത് ഞാൻ പൂർണ്ണമായി ഒരു സ്ത്രീയായി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. ഇത്രേ എനിക്കിത് പറഞ്ഞോളൂ. അല്ലാതെ ഞാനിവിടെ ട്രാൻസ്ജെൻഡേഴ്സിനെ അവരെ ആരെയും ഞാൻ പൂർണ്ണമായി വന്ന് കളിയാക്കുന്നതല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജാസിയുടെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഒരുപാട് നല്ല നല്ല ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അവരെയും കൂടെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന രീതിയിലാണ് കശി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിൽ കുറേ വീഡിയോസ് എടുക്കുന്നു, പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് വൊമിറ്റ് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ആരായി കഴിഞ്ഞാലും പ്രതികരിക്കത്തില്ലേ? അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.